ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള രാഷ്ട്രവും ഗവൺമെൻറ്റും എന്ന പാഠഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു പാഠഭാഗത്തിൽ എന്താണ് രാഷ്ട്രം, എങ്ങനെയാണ് രാഷ്ട്രങ്ങൾ രൂപപ്പെട്ടത്, രാഷ്ട്രരൂപീകരണ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ്, രാഷ്ട്രരൂപീകരണത്തിൻ്റെ സ്വഭാവം എന്തൊക്കെയാണ്, രാഷ്ട്രവും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി കാണുന്നത് ഒരു ഡയറി കുറിപ്പാണ്. ഈ ഡയറി ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയാണ്. ആരാണ് ആൻ ഫ്രാങ്ക്? ആൻ ഫ്രാങ്ക് ഒരു ജർമ്മൻ ജൂയിഷ് പെൺകുട്ടിയായിരുന്നു. നാസിയുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി കുടുംബത്തോടൊപ്പം തൻ്റെ 13-ാം വയസ്സിൽ ആംസ്റ്റർഡാമിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു ആൻ ഫ്രാങ്ക്. ഈ സമയങ്ങളിൽ തൻ്റെ അനുഭവങ്ങൾ തനിക്ക് ഗിഫ്റ്റായി കിട്ടിയ കിറ്റി എന്ന ഡയറിയിൽ ആൻ ഫ്രാങ്ക് രേഖപ്പെടുത്തി. ഈ ഡയറിയാണ് ചിത്രത്തിൽ കാണുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം ജൂതന്മാരാണെന്ന് വിശ്വസിച്ചിരുന്ന ഹിറ്റ്ലർ ജൂതന്മാരെ ജർമ്മനിയിൽ നിന്ന് തുരത്താനായി തീരുമാനിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ജർമ്മനിയിൽ നിന്ന് ആൻ ഫ്രാങ്കും കുടുംബവും ആംസ്റ്റർഡാമിൽ താമസമുറപ്പിച്ചു. വളരെ നല്ല രീതിയിലാണ് അവരുടെ ജീവിതം ആംസ്റ്റർഡാമിൽ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ പിന്നീട് ഹിറ്റ്ലറുടെ അതിക്രമം ആംസ്റ്റർഡാമിലും വന്നെത്തി. ഈ ഒരു സാഹചര്യത്തിലാണ് ആൻ ഫ്രാങ്കും കുടുംബവും തൻ്റെ പിതാവിൻ്റെ ഓഫീസിൽ 2 വർഷത്തോളം ഒഴിവ് ജീവിതം നയിച്ചത്. ഈ കാലയളവിൽ ആൻ ഫ്രാങ്ക് എഴുതിയ ഡയറിയാണ് ദ സീക്രട്ട് അനക്ട്സ്. ഡയറിയിലോട്ട് കടക്കാം. പുറത്തു പോകാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്തു ചെയ്യാനാണ് ഓരോ ആളിൻ്റെയും ആഗ്രഹം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തി. പുറത്തുപോയി മിസ്റ്റർ വോൾസനെ കാണാനാണ് ഡാഡിക്ക് ആഗ്രഹം. പീറ്ററിന് ടൗണിൽ പോയി സിനിമ കാണണം. എനിക്ക് സ്വാതന്ത്ര്യം എന്നത് തന്നെ വലിയ ആനന്ദമായി തോന്നുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, എല്ലാറ്റിലും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടേത് മാത്രമായ ഒരു വീടും സഞ്ചാര സ്വാതന്ത്ര്യവും പിന്നെ എൻ്റെ സ്കൂളും പഠനവും. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഞാൻ ഈ ഭാഷയെ സ്നേഹിക്കുന്നു. ഇവിടത്തെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഒളിവിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ആൻ ഫ്രാങ്കിൻ്റെ പ്രധാനപ്പെട്ട ആശയം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക എന്നതാണ്. ആൻ ഫ്രാങ്കിന് തൻ്റെ സ്കൂളിൽ പോയി പഠിക്കാനും ജോലി ചെയ്യാനും സഞ്ചരിക്കാനും എല്ലാം ആഗ്രഹമുണ്ട്. ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം കാരണം സ്വന്തം രാജ്യത്ത് ഒരു ഇടുങ്ങിയ മുറിയിൽ ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്ന ആൻ ഫ്രാങ്ക് തൻ്റെ പ്രിയപ്പെട്ട ഡയറിയായ കിറ്റിയിൽ കുറിച്ചിട്ട വരികളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആൻ ഫ്രാങ്ക്